ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് തിരുവുത്സവത്തിന്റെ 10ാം ദിവസമായ ഇന്ന് ഉച്ചയ്ക്ക് അന്നദാന വഴിപാടുണ്ടായിരിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും അന്നദാനത്തിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. നല്ല കിടുക്കൻ സാമ്പാറൊക്കെ ഉണ്ട്, ഒഴിച്ചാൽ അപ്പിട്ട നിൽക്കും. എല്ലാവരും പറഞ്ഞേ. പാടാനല്ലോ സപ്തസ്വരങ്ങൾ തന്നു നീ എനിക്ക് ശബ്ദപ്പൊലിമ തന്നു. ദൈവമേ, ഈ ഉത്സവം അടുപ്പിച്ച ഈ പറമ്പിൽ മൊത്തം ഞാൻ നടന്ന് എനിക്ക് ചുമയും പനിയുമായി ആശുപത്രി പോയായിരുന്നു ഇന്നലെ. അവിടുന്ന് തന്ന ഗുളികയാ. ഇപ്പൊ ഗാനമേളക്കാർ കീബോർഡ് കൊണ്ട് നടക്കുന്ന പോലെ ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കുക. പക്ഷെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ. ഇന്നലെ ചുമച്ച് വയ്യാതായി ഞാൻ അമ്പലത്തിന്റെ മതിലേടെ അവിടെ ഇരിക്കുമായിരുന്നു. അന്നേരം ഈ ചുമ കേട്ടോണ്ട് ഒരാൾ വന്ന് പറയുക, ഭാസ്കരൻ ഭരണിക്ക് ഒരു വെളിയുന്നു. അല്ല, അയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. കതിനാ പൊട്ടുന്നതിനെക്കാട്ടി ഒച്ചത്തിലായിരുന്നു എന്റെ ചുമ. സാരമില്ല, നമ്മുടെ കഷ്ടപ്പാടില്ലയോ. അയ്യോ, സത്യം പറയാമല്ലോ, ഉച്ചയ്ക്ക് ഒരു 3:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ആൾക്കാരുടെ മനസമാധാനം പ്രതീക്ഷയും കളയുന്നൊരു സാധനമാണ് ഇത്. ഓ, അയ്യ സംസാരിക്കാൻ ഇച്ചിരി ഒന്ന് വിശ്രമിക്കട്ടെ. ഭഗവാനെ, ഈ ഒട്ടിച്ച മീശ വലിച്ചപ്പോ ഭയങ്കര നീർന്നു. കഴിഞ്ഞ വർഷം എന്നെ വെട്ടിട്ട് പോയപ്പോ നീയൊക്കെ വിചാരിച്ച ചത്തത്തില്ലടോ. എടാ, നീ എവിടെ ഒടിച്ചിരുന്നാലും ഇറങ്ങി വേണോ? ഇന്ന് വെട്ടിട്ടാ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളോ? എന്തോരാണ് വായ വെക്കുക? ഒരു മനുഷ്യൻ ഇവിടെ ഉറങ്ങാൻ കിടക്കുന്ന കണ്ടില്ലായിരുന്നോ? എടി ശ്രീയെ, നിങ്ങൾ ആരാടാ വിരട്ടുന്നറിയാമോ? പേര് കേട്ട ഗുണ്ട ഉൾഫയം മുത്തപ്പൻ. ഓ, പേര് കേട്ടോ ഉൾഫയോ? അപ്പൊ തനിക്ക് എന്നങ്ങ് പേടിയാന്നോ? എന്റെ പേര് കേൾക്കുമ്പോ വേറെ ആൾക്കാർക്ക് ഉൾഫയം തോന്നും. അതുമല്ല, എന്റെ ചുമ കേട്ടപ്പോഴേ താനങ്ങ് പേടിച്ചോ? ഇപ്പോഴത്തെ ചുമയല്ലേ, പേടിക്കണമല്ലേ ചേച്ചി? അതുകൊണ്ടാ. ഓ, അങ്ങനെ അവിടെ ആരാന്ന് ചുമക്കുന്നത്? അത് ചുമക്കുമല്ല, അത് കതിനാ പൊട്ടിക്കുക. അവിടെ വെടിവഴിപാട് നേരുന്ന സ്ഥലമാണ് അത്. അങ്ങനെ അയാളോട് ദേഷ്യപ്പെടല്ലേ. അയാളത് പൊട്ടിച്ച് ഇങ്ങോട്ട് എറിയും. അങ്ങോട്ട് എറിയും. അപ്പൊ നിന്റെ കയ്യിലിരുന്നത് പൊട്ടും. പിന്നെ നിന്റെ കൈ കാണാൻ കരശക്കൊടത്തെ മാവേന ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കും. അയ്യോ, ഞാൻ പേടിക്കത്തില്ല, ഞാൻ ഗുണ്ടയാ, ഗുണ്ട. ഓ, വലിയ ഗുണ്ടയാന്ന് പറഞ്ഞിട്ട് നാണമില്ലല്ലോടോ പെണ്ണുങ്ങൾ നെക്ലസ് ഇട്ടേക്കുന്ന പോലെ ഈ മാല ഇട്ടോണ്ട് നടക്കാന്. മാല ഇട്ടതല്ല, കഴിഞ്ഞ വർഷം എന്റെ കഴുത്തിന് പറ്റി ഡോക്ടർ തുന്നിക്കെട്ടിയത്. നല്ല അടിപൊളിയല്ലേ സംഭവം? പക്ഷെ ഒരു മാല കിടക്കുന്ന പോലെ കിടക്കുന്നല്ലോ, നല്ല ഡിസൈന്. ഞാൻ ഡോക്ടർ പറഞ്ഞ് കയ്യിരിക്കുന്ന കത്തി കൊണ്ടേ പട്ടത്തിലൊന്ന് പറഞ്ഞു വിട്ടേക്കാനത്. കൊള്ളാം. എടുക്കരുത്, അറിഞ്ഞാണോണ്ട് കാണണോ? അപ്പൊ ആരേലും വെട്ട് കിട്ടിയോ? അരെ വെട്ടിയതല്ല, അമ്മ കത്തി വെച്ചപ്പോ ഞാൻ പറഞ്ഞു വെട്ടേക്കാന്ന് പറഞ്ഞ് കറങ്ങിയതാ, ഇങ്ങോട്ട് പോറിയതാ. കിടക്കൻ അറിഞ്ഞാണോ? കിടക്കണേ. ഇവിടുത്തെ ഒരു വരയും പറിച്ചു ഡോക്ടറെ കൊണ്ടൊരു കൂമ്പും പറപ്പിച്ചു വെച്ചു. കാശ് മുടക്കില്ലാതെ അറിഞ്ഞാണോ ഞാൻ വാങ്ങിച്ചു. ഓ, അപ്പൊ ഇപ്രാവശ്യം വളയും കാലത്തിലൊക്കെ ഒപ്പിക്കാൻ വേണ്ടി വന്ന വരവാ ഇത്. അതൊന്നുമല്ല, അവനെ വെട്ടുമെന്ന് വെച്ചാൽ ഞാൻ വെട്ടും. അതിന് ഇയാൾ അയാളെ കണ്ടായിരുന്നോ? അല്ല, വെട്ടിയ ആളെ കണ്ടായിരുന്നോ? ആളെ എനിക്ക് അറിയത്തില്ല, പുള്ളിക്ക് എന്നെ അറിയാമെന്ന് അറിയത്തില്ല. പക്ഷെ ഇത് വലിയ വെട്ടായി പോയി കേട്ടോ. വെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര വെട്ടല്ലേ ചേച്ചി വെട്ടിയത്. ആശുപത്രി കൊണ്ടുപോയി. എങ്ങനെ? കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടർ കേട്ടിപ്പോൾ ഡോക്ടർ ഇത് കണ്ടിട്ട് പറഞ്ഞു, കുറച്ചുകൂടെ നിങ്ങൾ ഉണ്ടായിരുന്നു തീർന്നേനെന്ന്. അല്ലല്ല, അവിടുത്തെ നൂല് തീർന്നേനെന്ന്. ഓഹോ, ഈ വഴക്കുണ്ടായത് എങ്ങനെ? ഈ വഴക്കുണ്ടാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഉത്സവത്തിനെ ഞാൻ അവിടെ നിന്ന് വെറുതെ നിൽക്കുമായിരുന്നു.